മാസനസ്ഥാം ധ്യായേത്വാത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്ക്ഷേമപത്മാം വരാംഗീം. അത് കറക്റ്റായി. അടുത്തത് സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം. അത് കറക്റ്റായി. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. സമ്പത്പ്രദാത്രീം. അടുത്തത് സകുങ്കുമവിലേപനാം കസ്തൂരികാമല്ല കസ്തൂരികാം. സമന്ദഹസിദേക്ഷണാം സശരചാപ അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമപാസുരാം ജപവിദൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതം മയൂഖൈരഹം അഹം ഇത്യേവ വിഭാവയേ. അഹം ഇത്യേവ ഇങ്ങനെ ഞാൻ ഭവാനിയെ സ്തുതിക്കുന്നു. അഹം ഇത്യേവ. അപ്പം മനസ്സിലായല്ലോ. ഇത് ഇത്രയും ധ്യാന ശ്ലോകം ഇങ്ങനെ ചൊല്ലണം. എല്ലാ വാക്കും മുറിച്ച് ചേർക്കേണ്ടത് മാത്രം ചേർത്ത് മുറിക്കേണ്ടത് മുറിച്ച് ഭയഭക്തിയോടുകൂടി ചൊല്ലണം. ഇനി 10 നാമം അടുത്ത ആഴ്ച മതിയല്ലോ. ശ്രീമാത 10 ചൊല്ലാവോ? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. ഓരോ അക്ഷരത്തിനും നല്ല കട്ടി കൊടുത്ത് പാടിക്കേ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. മനസ്സിലായോ? ഒന്നൂടെ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ജിഗണ്ഡികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. സമന്വിത. ചുണ്ടൊക്കെ ഒന്ന് ഇതായട്ടെ. സമന്വിത. പറ. സമന്വിത. അന്വിത. സമന്വിത. അടുത്തത് രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വലയാണേ. ക്രോധാകാര അങ്കുശോജ്വല. അത് ഓർത്ത് വേണം ചൊല്ലാൻ. കുശോജ്വല അല്ല. കുശോജ്വല എന്നൊരർത്ഥമില്ല. ക്രോധാകാരമായ അങ്കുശോജ്വല. ക്രോധാകാര അങ്കുശോജ്വല. മനോരൂപേ ഇക്ഷുകോദണ്ട്. ഇക്ഷുകോദണ്ട്. മനോരൂപ ഇക്ഷുകോദണ്ഡ പഞ്ച നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ പറ. ബ്രഹ്മാണ്ഡം. അത് ബ്രഹ്മാണ്ടം അല്ല. ബ്രായും മായും അല്ല. മായും ഹായും കൂടെ ഉള്ളതാ. ബ്രഹ്മാണ്ഡ മണ്ഡല.
അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റുകളുണ്ട് നിങ്ങളെല്ലാവരും ചൊല്ലുന്നതിനകത്ത്. അത് നമ്മൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളടുത്ത് ചൊല്ലി ഒരു 10-20 നിങ്ങൾ ചൊല്ലി റെഡിയാക്കി ഓരോ ആഴ്ചയിലും ചൊല്ലി ഞങ്ങൾ ഓക്കെ ആവും. അപ്പം ഇത്രയും ശരിയായോ? ബ്രഹ്മാണ്ട മണ്ഡല. അടുത്തത് ചമ്പക. അപ്പൊ ചമ്പക അശോക പഠിക്കേ. അതെന്തൊക്കെയാ? അത് ചമ്പക, അശോക, ഔഗൻ, ലസത് കച എന്ന് വെച്ചാ അതിങ്ങനെ വെച്ചിരിക്കുന്ന അമ്മയുടെ മുടി. ലസത് കജ. അതാണ് ചമ്പകാശോക പുന്നാക സൗഗന്ധികലസത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമി അതൊരു തെറ്റ് എല്ലാവരും വരുത്തുന്നുണ്ട്. അഷ്ടമിയിൽ കാണുന്ന ചന്ദ്രനെ പോലെ വികസിക്കുന്ന അഷ്ടമി ചന്ദ്ര വിഭ്രാജത്. അതങ്ങനെ വിരാജിക്കുന്ന അല്ലെങ്കിൽ അത് ശോഭിക്കുന്ന അഷ്ടമി ചന്ദ്രൻ ശോഭിക്കുന്ന അളികസ്ഥലം. എന്താ അളികസ്ഥലം? അമ്മയുടെ നെറ്റിത്തടം. അമ്മയുടെ നെറ്റിത്തടം ഇങ്ങനെ അഷ്ടമി ചന്ദ്രനെ പോലെ ഇരിക്കുമെന്നു. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് 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 അളികസ്ഥല ശോഭിത. മനസ്സിലായോ എങ്ങനെയാ ചൊല്ലുന്നേ? കറക്റ്റ്. അതിന് അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥലം എന്ന് പാടരുതിന്. അത് മിക്കവാറും റെക്കോർഡിലൊക്കെ അങ്ങനെയാ ചൊല്ലിയേക്കുന്നത്. അതിന്റെ ശരിക്കും വേർഡ് അത് നമ്മൾ അതെങ്ങനെയാണെന്നറിയോ? അത് അവർക്ക് ഒരു പക്ഷേ അത് ചൊല്ലുന്നവർക്ക് അറിയാമായിരിക്കാം. അവർ ചൊല്ലുന്നത് അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല എന്നായിരിക്കും ചൊല്ലുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഡളിക എന്ന് വരും. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗ്രഹതോരണ ജില്ലിക. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി. നായല്ല, മൃഗനാഭി. മൃഗനാഭി വിശേഷക വദനസ്മര. തെറ്റ്. വദനസ്മര മാംഗല്യഗ്രഹ. മാംഗല്യഗ്രഹം. മാംഗല്യഗ്രഹത്തിലെ തോരണം പോലെയുള്ള അമ്മയുടെ ഇവിടുത്തെ കേൾസ് ഇല്ലേ, കേൾസ്. വദനസ്മര മാംഗല്യഗ്രഹ തോരണ ചില്ലിക. അതാണ് അവിടെയൊക്കെ മുറിക്കേണ്ടതെന്നൊക്കെ ഉള്ള ആദ്യ രീതി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ഇരിക്കട്ടെ. വദനസ്മര മാംഗല്യഗ്രഹ തോരണ ചില്ലിക വക്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ കർണപൂര മനോഹര താളങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബശ്രീ ന്യക്കാരി